എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ഒരു തട്ടോ മുട്ടോ തോണ്ടലോ ഇല്ലാതെ ബസ്സിൽ ഇറങ്ങി വന്നിട്ടില്ല. ഇപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ, എത്രയോ കാലമായി വണ്ടിക്കകത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പരിപാടി തുറന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം അത് മുഴുവൻ എക്സ്പോസ്ഡ് ആവുന്നു, തുറന്നു കാണിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ, ഈ ബസ്സിനുള്ള വിഷയത്തിൽ അവിടെ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നാണ് കണ്ടക്ടറോട് പരാതി പറയാം, വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് പറയും. ഒരു തവണ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ആ ബസ്സിലിരുന്ന് ഒരു മനുഷ്യൻ പോലും എന്നോട് ചോദിച്ചില്ല എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഓക്കെ ആണോ എന്നൊരു മനുഷ്യൻ ചോദിച്ചില്ല. ഞാൻ 2 മണിക്കൂർ എടുത്തു ആ സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. തൊടുപോലും വേണ്ട, ഒരു മോശം അർത്ഥത്തിൽ ഒരു നോട്ടം നോക്കിയാൽ നമ്മൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ പോയി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് നമുക്ക്. അയാൾ ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീ അപ്രോച്ച് ചെയ്യുന്നതായിട്ടോ, അയാളൊന്നും അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്, ഈ സ്ത്രീ ബാക്കിലേക്ക് തിരിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അയാൾ ഒരിക്കലും ഈ സ്ത്രീയുടെ അഭിമുഖമായി വരികയോ അയാളുടെ പരിസരത്തേക്ക് വരികയോ ചെയ്യുന്നില്ല. ഈ ബസ് നിർത്തി ഇറങ്ങാൻ പോകുമ്പോൾ അയാൾ ഇറങ്ങാൻ തുടങ്ങുവാണ്, ഈ സ്ത്രീ അയാളുടെ ബാക്കിലേക്കാണ് ചെല്ലുന്നത്. പുരുഷാവകാശം വേണമെന്നൊക്കെ ആൾക്കാർ പറയണേ. പുരുഷന്മാരുടെ അവകാശം എന്ന് വെച്ചാലേ പുരുഷന്മാർക്കല്ല ആർക്കും ഇവിടെ അവകാശമുള്ളത്. അവകാശം മൊത്തം പുരുഷന്മാർക്കാണ്. സ്ത്രീകളുടെ അവകാശം പോലും പുരുഷന്മാരുണ്ടാക്കണം നിയമം. സ്ത്രീകളുടെ സംവരണം പോലും പുരുഷന്മാരുണ്ടാക്കണം. പുരുഷന്മാരുണ്ടാക്കിയ 30% സംവരണമാണ് പുരുഷന്മാർ സമ്മതിച്ചാലേ നടക്കൂ. എൻ്റെ ഒരു 24 വർഷത്തിനിടയിൽ ഞാൻ ബസ്സിൽ കയറിയിട്ടുള്ള ഒട്ടുമിക്ക സമയങ്ങളിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒരു പുരുഷൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരാൾ അസഭ്യം പറയുകയും പിന്നീട് അതിന്റെ പിന്നാലെ ഞാൻ കേസുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് നടന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു മോശമായിട്ട് നമ്മൾ നോക്കി, അയാൾ മോശമായിട്ട് നോക്കിയെന്നേ അർത്ഥമുള്ളൂ. അയാൾ റേപ്പ് ചെയ്തിട്ടില്ലല്ലോ, അയാൾ നമ്മളെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞെന്താണ്, ഞാൻ പിതൃവാത്സല്യത്തോടെയാണെന്ന്. അദ്ദേഹത്തിന്റെ പിതൃവാത്സല്യം അദ്ദേഹത്തിന് മാത്രം തോന്നിയാൽ പോരല്ലോ. സൊസൈറ്റി എങ്ങനെ വന്നു കഴിഞ്ഞാലും പാട്രിയാർക്കിലാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ പുരുഷന്മാരും ഈ പാട്രിയാർക്കിയുടെ ഇരകളാണ്. എന്തുകൊണ്ടാണ് ഒരു പുരുഷന് കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നത്? കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നടക്കുന്നത്, കേരളത്തിൽ ആണുങ്ങൾക്കൊരു പുരുഷ കമ്മീഷൻ വേണം, പിന്നെ ബസ്സിൽ CCTV വേണം, ബാരിക്കേഡ് വേണം, സ്ത്രീയും പുരുഷനെയും വേർതിരിക്കാൻ എന്നൊക്കെയാണ്. എന്താണ് അഭിപ്രായം? എന്തിനാണ് ബാരിക്കേഡ്? എന്തിനാണ് ബാരിക്കേഡ്? തട്ടോ മുട്ടോ ചെയ്യാതിരിക്കാനാണത്രേ ബാരിക്കേഡുകൾ. അത് ഇത്രയും കാലം ആവശ്യം ഉണ്ടാവുന്നത്? ഇത്രയും കാലം അങ്ങനെ ഒരു ആവശ്യം പുരുഷന്മാർക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴാ ചോദ്യം എന്നാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴങ്ങനെ ഒരു ആവശ്യം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. ചെറിയ ആവശ്യമൊന്നുമല്ല, നിരന്തരമായി പലയിടങ്ങളിൽ നിന്ന് അങ്ങനെ ആവശ്യം, സോഷ്യൽ മീഡിയ റീലുകൾ, അതായത് ഇത്രയും കാലം എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ഇൻസിഡൻറ്റ് വന്നു, ദൗർഭാഗ്യകരമായൊരു ഇൻസിഡൻറ്റ് വന്നു, അതിനുശേഷം സകല പുരുഷന്മാരും സ്ത്രീകളെ പേടിച്ച് നടക്കുന്നു. റീൽസൊക്കെ കാണണം, വലിയ കവചം ഒക്കെ ഇട്ടിട്ട് പരിചയമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇഡലി തട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തൊരു പ്രഹസനമാണ്. ജിൽസി ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു സംഭവം ഉണ്ടായി, ശരിയാണ്. അതിന് മുമ്പ് എന്തുമാത്രം സ്ത്രീകൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഈ മതിൽ പണിയണം, മുള്ളുള്ള ഉടുപ്പ് വേണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരതിന് തയ്യാറായിട്ടുണ്ടോ? ഇവരങ്ങനെ ബാരിയേഴ്സ് വെക്കാൻ തയ്യാറായിട്ടുള്ളവരാണോ ഈ ആവശ്യം ഉന്നയിക്കുന്ന ആളുകൾ? നമ്മുടെ ഭാഗത്തുനിന്ന് സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നുണ്ട്. സ്ത്രീകളെ മുളസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വണ്ടിയിൽ കയറുന്നവരുണ്ട്. ശരി, നമുക്ക് അതിർവരമ്പ് വേണം എന്ന ആവശ്യത്തോട് വളരെ പോസിറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും പ്രതികരിച്ച ആൾക്കാരാണോ ഈ മാന്യന്മാർ? ഇപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ, എത്രയോ കാലമായി വണ്ടിക്കകത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പരിപാടി തുറന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം അത് മുഴുവൻ എക്സ്പോസ്ഡ് ആവുന്നു, തുറന്നു കാണിക്കപ്പെടുന്നു. ഞാൻ അവസാനത്തെ എക്സാമ്പിളിലേക്കല്ല പോകുന്നു കേട്ടോ. അത് മുഴുവൻ ചിത്രീകരിക്കപ്പെടുകയോ സ്ത്രീകൾ പ്രതികരിക്കുകയോ ചെയ്യുന്നു. ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? പഴയ പ്രിവിലേജ് കൊണ്ട് പൊളിയുന്നു. അപ്പോൾ എന്താണ്, ഞങ്ങളല്ല കുറ്റക്കാർ അവളുമാരാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു സംഗതിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് മൊത്തത്തിൽ കണ്ടായിരുന്നു. ഞാൻ പറയട്ടോ, അവസാനത്തെ സംഭവം നിർഭാഗ്യകരമാണ്. അതിനകത്ത് ഇപ്പം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കതിനകത്ത് ജഡ്ജ്മെൻറ്റിലാവാൻ പറ്റുന്നത്, എനിക്കറിയത്തില്ല എന്നാ സംഭവിച്ചെന്നുള്ളത്. ആ സ്ത്രീ പറയുന്നു അവർക്ക് ദുരനുഭവം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. അതാണ് എൻ്റെ പോയിന്റ്, അതാണ്. പക്ഷേ ഇപ്പം മാത്രം ഈ അകലങ്ങൾ വേണം, ഇടയ്ക്ക് സ്പേസ് വേണം, ഇടയ്ക്ക് മതിൽ വേണം, മുള്ളുള്ള ഉടുപ്പ് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയതാണ്. അനുഭവിച്ച മനുഷ്യന്മാർ വേറെ കിടക്കാണ്. അവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു സംരക്ഷണവും ഒരുക്കി കൊടുക്കാതെ ഇപ്പം ഞങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ ബഹളമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ എതിർക്കപ്പെടേണ്ടത് നിഷാദിതല്ലേ? അതായത് ഈ ഒരു നറേറ്റീവ് കൊണ്ട് ഇതിനെ മുഴുവൻ ഇല്ലാതാക്കണം. അപ്പോൾ ഇത്രയും കാലം സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ഒരു തട്ടോ മുട്ടോ തോണ്ടലോ ഇല്ലാതെ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ അല്ലാതെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഒരാൾ അസഭ്യം പറയുകയും പിന്നീട് അതിന്റെ പിന്നാലെ ഞാൻ കേസുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് നടന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ തന്നെ ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. സ്കൂളിലെ മുമ്പ് അറിയാലോ, ആ സമയത്ത് ബസ്സിൽ കയറുമ്പോൾ നമ്മൾ പിറകിലായി പോവും. കണ്ടക്ടർ പറയല്ലോ ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിൽ പോവും. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒരു തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ ഭയങ്കരമായ അസ്വസ്ഥതകളിലൂടെ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുള്ളു വേലി വേണമെന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതൊന്നും നടന്നിട്ടില്ല. ഇത്രയും കാലം ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച് വന്ന് ഇവിടെ ഒരു ദൗർഭാഗ്യകരമായ ഇൻസിഡൻറ്റ്, അതിൽ പറഞ്ഞവർ എനിക്കറിയില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന്. പിന്നെ അതിൽ ഞാൻ പറയാനിരിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു സ്ത്രീക്ക് അവർക്ക് നേരൊരു മോശമായ ഒരു നോട്ടം ഉണ്ടായാൽ പോലും തിരിച്ചറിയാൻ വിവേകം ഉള്ള ആളുകളാണ്.
ഔചിത്യമുള്ള ആളുകൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു അവർക്ക് അത് ഇൻസ്റ്റിങ്ക്റ്റ് പൂർണ്ണമായിട്ട് ഉണ്ടാവും. മനസ്സിലാവത്തുള്ളൂ. അവർക്ക് മനസ്സിലാവും. നിങ്ങൾ തൊടുപോലും വേണ്ട, ഒരു മോശം അർത്ഥത്തിലൊരു നോട്ടം നോക്കിയാൽ നമ്മൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ എനിക്ക് ഈ സംഭവത്തിൻ്റെ എന്താണ് എക്സാക്റ്റ്ലി അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഒരു സ്ത്രീ വന്നിട്ട് എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടെ മറ്റൊരാളുടെ അങ്ങനെ മോശമാക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും കണ്ടപ്പോൾ എനിക്കത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ മനസ്സിലായ ആളുകൾ 2 പേരായിരുന്നല്ലോ. അല്ലെങ്കിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ പറയണം അവിടെ അങ്ങനെയെങ്കിലും സംഭവിച്ചു, അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അതിലൊരു സംഭവം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളത് ആ പുള്ളിക്കാരി തന്നെയാണ്. ആ വീഡിയോ ഇട്ട സമയത്താണെങ്കിലും നീ അങ്ങോട്ട് പോയി തട്ടിയതല്ലേ എന്ന് തന്നെയാണ് ആദ്യം ആ കമൻറ്റുകളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് എന്തായാലും അതിനെ കൊണ്ട് റീച്ച് വരുന്നില്ല, സ്റ്റിൽ ബുള്ളിങ് നേരിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ വെറുതെ പോയിട്ട്, അതും ഒരു പരിചയമില്ലാത്ത മനുഷ്യനെ പോയിട്ട് ഇവനെന്നെ തട്ടിയെന്ന് പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു തോന്നുന്നേ ഇല്ലല്ലോ. എന്ന് വെച്ചാൽ അരീജ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ആള് മരിച്ചപ്പോഴല്ല ഈ ആൾക്കൂട്ടം ഇളകിയത്. ഈ വീഡിയോ കണ്ടപ്പോൾ, ഈ വീഡിയോ മാത്രമല്ല, ഇതിന് മുൻപ് മസ്താനി എന്ന മറ്റു പേരുള്ള ഒരു ഇൻഫ്ലുവൻസർ, അവരാണല്ലോ ആദ്യമായിട്ട് ഈ വീഡിയോ ഇട്ട് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അന്ന് പോലും അവരെ എതിർക്കാൻ ആളുണ്ടായിരുന്നു. മാത്രമല്ല, ആ കേസിൽ പിടിയിലായപ്പെട്ട സവാദോ, അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാളെ സ്വീകരിക്കാൻ ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരുടെ സംഘം ജയിലിന് പുറത്ത് പോയി മാലയായിട്ട് കാത്തു നിൽക്കായിരുന്നു. അറിയാമോ? എപ്പോഴെങ്കിലും സ്ത്രീകൾ ഇനി ജെനുവിൻ വീഡിയോ ഇട്ട് നോക്കൂ. ജെനുവിൻ വീഡിയോ നിങ്ങൾ ഇട്ടാലും അതിന് താഴെ വന്ന് ഈ പുരുഷന്മാരുടെ സംഘം പറയും, വണ്ടി കയറി അനാവശ്യ സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, മനഃപൂർവ്വം റീച്ചിന് ശ്രമിക്കുകയാണ്, അവിടെ വെച്ച് തന്നെ ഇതെന്തിനാണ് ചിത്രീകരിക്കുന്നത്, അവിടെ വെച്ച് തന്നെ അടി കൊടുത്താൽ പോരെ, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ പോരെ എന്ന്. അപ്പം ഈ പറയുന്ന ദീപക്ക് മരിക്കുന്നതിന് മുൻപ് ജെനുവിൻ വീഡിയോ ഇട്ടവർക്കെല്ലാം പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ വെച്ച് ഒരു അടി കൊടുത്തു എന്ന് ചോദിച്ചോട്ടെ. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല, എവിടെ തെളിവെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട ആ സ്ത്രീ വീഡിയോ അല്ല, ഇട്ട ഈ വീഡിയോയുടെ പ്രശ്നം, ആ വീഡിയോ ഫസ്റ്റ് അവർ ഇറക്കിയ വീഡിയോ ഞാൻ കണ്ടതാണ്. ഞാൻ അവിചാരിതമായി കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികം തോന്നും. അതിലാളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ വീഡിയോ പൂർണ്ണം ഇപ്പം നമ്മൾ പിന്നീട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അതിൻ്റെ ഒരു സ്ലോ മോഷൻ വേർഷനാണ്. മറ്റേ വീഡിയോയിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീ അപ്രോച്ച് ചെയ്യുന്നതായിട്ടോ, അയാളൊന്നും അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്, ഈ സ്ത്രീ ബാക്കിലേക്ക് തിരിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അയാൾ ഒരിക്കലും ഈ സ്ത്രീയുടെ അഭിമുഖമായി വരികയോ അയാളുടെ പരിസരത്തേക്ക് വരികയോ ചെയ്യുന്നില്ല. ഈ ബസ് നിർത്തി ഇറങ്ങാൻ പോകുമ്പോൾ അയാൾ ഇറങ്ങാൻ തുടങ്ങുവാണ്, ഈ സ്ത്രീ അയാളുടെ ബാക്കിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ ചിലപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു ദുരനുഭവം ഉണ്ടായപ്പോഴായിരിക്കും ആ സ്ത്രീ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക, അതും നമുക്കറിയില്ല. പക്ഷെ ആ വീഡിയോയിൽ അസ്വാഭാവികം എന്ന് പറയുന്ന ഒന്നുമില്ല. പിന്നെയുള്ള സ്ലോ മോഷൻ വേർഷനാണ്. സ്ലോ മോഷൻ വേർഷൻ കാണുന്ന അയാളൊരു ബാഗുണ്ട്. അയാൾ നമ്മൾ സാധാരണ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാഗ് ഉയർത്തുന്ന ഒരു സീനാണ് കാണുന്നത്. അത് സ്ലോ മോഷൻ വേർഷനിലാക്കുമ്പോൾ ഇയാളുടെ മുട്ട് ബാക്കിലേക്ക് വരുന്നുണ്ട്. അത് ശരിയാണ്. അവിടെ പോലും അത് അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നതായിട്ട് തോന്നുന്നേ ഇല്ല ആ സ്ലോ മോഷൻ വേർഷനിലും. അതുകൊണ്ടാണ് അതിൽ ആളുകൾ കമൻറ്റ് ചെയ്തതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്. പിന്നെ ഇത് നമ്മളിങ്ങനെ ജഡ്ജ്മെൻറ്റിലാവണം, ഒന്നുകിൽ അയാളോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം. ഇപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ആൾക്കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മോബ് ലിഞ്ചിങ് സ്വഭാവം. ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണത്. ഒന്നുകിൽ അയാളെ ആക്രമിക്കുക അല്ലെങ്കിൽ ആ സ്ത്രീ ആക്രമിക്കുക എന്നുള്ളതാണ് ആൾക്കൂട്ടത്തിൻ്റെ ഒരു ത്വരാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇതിനകത്തൊരു സംഗതി ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് ഇപ്പം ഇതിനകത്ത് ഞാൻ ജഡ്ജ്മെൻറ്റിലാവുന്നില്ല, അവരുടെ എക്സ്പീരിയൻസ് അവർക്കേ വിശദീകരിക്കാൻ പറ്റുന്നുള്ള ജിൽസി പറഞ്ഞ പോയിന്റിൽ നിൽക്കാം. പക്ഷേ ഒരവസരം മുതലാക്കി എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് ഈ പരിപാടി അവസാനിപ്പിക്കണം. ഒരു നിലയ്ക്കും സ്ത്രീകൾ പറഞ്ഞ ഒരു കാര്യവും വാലിഡ് അല്ല. അവരുന്നയിക്കുന്ന ബസ്സിനകത്ത് അവർ ആക്രമിക്കപ്പെടുന്ന ഒരു കാര്യവും വസ്തുതാപരമല്ല. ഇതെല്ലാം ഇവളുമാർ റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മേലിലും ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നാൽ നമ്മളത് വിശ്വസിക്കരുത്. നമ്മളൊരു പുരുഷ കമ്മീഷൻ വേണം, പുരുഷ അവകാശങ്ങൾ വേണം. പുരുഷാവകാശം വേണമെന്നൊക്കെ ആൾക്കാർ പറയണേ. പുരുഷന്മാരുടെ അവകാശം എന്ന് വെച്ചാലേ പുരുഷന്മാർക്കല്ല ആർക്കും ഇവിടെ അവകാശമുള്ളത്. അവകാശം മൊത്തം പുരുഷന്മാർക്കാണ്. സ്ത്രീകളുടെ അവകാശം പോലും പുരുഷന്മാരുണ്ടാക്കണം നിയമം. സ്ത്രീകളുടെ സംവരണം പോലും പുരുഷന്മാരുണ്ടാക്കണം. പുരുഷന്മാരുണ്ടാക്കിയ 30% സംവരണമാണ്. പുരുഷന്മാർ സമ്മതിച്ചാലേ നടക്കൂ. ഏത് വനിതകൾ പ്രസിഡൻ്റായ പാർട്ടി പോലും അത് നടക്കുന്നില്ല എന്ന് കാര്യം ആലോചിക്കണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പുരുഷന്മാർക്ക് അവകാശമെന്ന്. ഈ ലോകത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ അവകാശവും ഒടയോനിസവും മൊത്തം കൊണ്ട് നടക്കുന്ന ആരാണ്? പുരുഷന്മാരാണ്. ഇനി അവർക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാൻ കമ്മീഷൻ വേണമെന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയുന്നത്. ഇതിനൊക്കെ ഒരു റീസൺ ആക്കി എടുക്കുന്നത് കാണുമ്പോഴാണ് ഇതൊരു സംഘടിത മൂവ്മെൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാർ സകലതും ഈ ലോകത്തെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്നതും അവിടെ ഡെസിഷൻ മേക്കിങ്ങും വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ സംഘടിതമായിട്ട് ഇനിയിപ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞു വന്നാലും അതിനെ നാളെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളാണ്. അതായത് അവർക്ക് നേരെ വിരൽ ചൂണ്ടരുത്.
ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, നിങ്ങളിതൊന്നും അങ്ങനെ പബ്ലിക്കായിട്ട് ഞങ്ങളെ നാറ്റിക്കാനായിട്ടില്ല എന്ന് എത്രയേ ഉള്ളൂ പറയുന്നു വെക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്കറിയാം അവരുടെ അമ്മയോ അവരുടെ പെങ്ങളോ ഇതിലും വലിയ പ്രശ്നം നേരിടുന്നുണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ സമ്മതിക്കില്ല. കാരണം അവർ ആ ഒരു പുരുഷാധിപത്യ ബോധത്തിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും നമുക്ക് വീടങ്ങളിലൊക്കെ അങ്ങനെ കാണാൻ പറ്റും അല്ലേ, അവർക്കൊക്കെ അവരുടേതായ ഒരു വലിയ ബോധ്യമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഈഗോ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്യുകയോ ചെയ്താൽ അവരതിനെ ആ രീതിയിലാണ് നേരിടുന്നത്. നോക്കി ഇതിനകത്ത് ഇൻസ്റ്റഗ്രാമിൽ പോയാലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ പോയാലും ഭയങ്കരമായിട്ട് ആമ്പിള്ളേർ വന്നിട്ട് അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർ വന്ന് സ്ത്രീകൾക്കെതിരെ കമൻറ്റ് ചെയ്യുകയാണ്. സത്യത്തിൽ നമ്മുടെ കാലം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഭയങ്കരമായിട്ട് സ്ത്രീ വിരുദ്ധരായിട്ടുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നുണ്ടോ? റീസെൻ്റ്ലി ഒരു റീൽ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന +2 സ്റ്റുഡൻസോ ഡിഗ്രി സ്റ്റുഡൻസോ ആയിരിക്കണം, സ്കൂളിൽ പോവാണ്. ബസ്സിൽ ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് വന്നതിന് ശേഷമാണ് ബസ്സിൽ ആ സീറ്റ്സ് കംപ്ലീറ്റ്ലി കാലിയാണ്. ഈ സൈഡ് സീറ്റിൽ ലേഡീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വൻ മാസ് BGM കേട്ടിട്ട് സിഗ്മ മെയിൽസ് ആണ്, ഞങ്ങൾ സ്ത്രീകളുടെ കൂടെ ഇരിക്കില്ല, ഞങ്ങൾ നിന്നിട്ട് പൊയ്ക്കോളാം, കാല് കടിച്ചാലും ശരി. അതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മുഴുവൻ സ്ത്രീകളും, നമ്മളിപ്പം നോട്ട് ഓൾ മെൻ എന്ന് പറയുമ്പോൾ പൊള്ളുന്ന അതേ പുരുഷന്മാരാണ് പറയുന്നത്, മുഴുവൻ സ്ത്രീകളും എന്താണ് പ്രശ്നക്കാരാണ്. ഇപ്പോൾ ഞാൻ കുറേ സ്വകാര്യ ബസ്സുകളുടെ ഒട്ടിച്ചത് കണ്ടു. വൃത്തികെട്ട വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് പോകുന്ന സ്ത്രീകൾ ഇതിൽ കയറി പോകരുതെന്ന്. അതേസമയം ജിൽസി പറഞ്ഞതുപോലെ ഞങ്ങൾ എൻ്റെ ഒരു 24 വർഷത്തിനിടയിൽ ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. ഒട്ടുമിക്ക സമയങ്ങളിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒരു പുരുഷൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അന്നാരും ഈ എന്താണ് ആരും കയറരുതെന്നോ തട്ടുന്നവർ കയറരുതെന്നോ കയറി പിടിക്കുന്നവർ കയറരുതെന്നോ പറയാത്ത അതേ ആളുകളാണ് ഒരു പുരുഷനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം മരിച്ചു. പക്ഷേ അത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്ററും അങ്ങനെ ഒരു സംഭവം വെച്ച് അതൊരു വലിയ സംഭവമാക്കുകയും ഒരു പുരുഷൻ്റെ മരണത്തിൽ മാത്രം വിഷമിക്കുന്ന ആളുകളെ ഇത്രയധികം സ്ത്രീകളുടെ വിഷമങ്ങൾ ഇന്നവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളൊരു സംഭവം. പിന്നെ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഇത് വന്നപ്പോഴത്തേക്കിനും അവൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ട്, അവനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ആളുകളില്ല. അതിന് കാരണമായി ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ഫോളോവേഴ്സ് ലിസ്റ്റൊക്കെയാണ്. അല്ലെങ്കിൽ അവനൊപ്പം വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഫോളോവേഴ്സ് ഇല്ല, അവൾക്കൊപ്പം വേണ്ടി. അപ്പം ഇതേ ദിലീപിൻ്റെ വിഷയത്തിലാണെങ്കിലും ദിലീപിൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. അത് അവനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ അവനൊപ്പമാണ് അവളൊപ്പമാണെന്ന് പറഞ്ഞിട്ടും സൊസൈറ്റി എങ്ങനെ വന്നു കഴിഞ്ഞാലും പാട്രിയാർക്കലാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഈ വർഷം കഴിയും തോറും അത് കൂടുതൽ പാട്രിയാർക്കലാവുന്നു. ഈ സിഗ്മ മെയിലുകൾ ആഘോഷിക്കുന്നു, ആൽഫ മെയിലുകൾ ആഘോഷിക്കുന്നു. ചെറിയ പിള്ളേർ പോലും ഞങ്ങളെന്തോ സ്ത്രീകൾ വേണ്ട, ഞങ്ങൾക്ക് സ്ത്രീകൾ വേണ്ട, മറ്റേ പഴയ പാട്ടുണ്ടല്ലോ അവള് വേണ്ട എന്നുള്ള പാട്ട്, അതേ സാധനമാണ് ഇപ്പോഴും പുരുഷന്മാർ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടെന്നാണ് ആക്ച്വലി. പുതിയ ആൺകുട്ടികളിൽ അവർ കുറച്ചുകൂടെ ഒരു എമ്പതിയുള്ള സ്ത്രീകൾ ഞങ്ങളെപ്പോലെ തന്നെ അങ്ങനെ അംഗീകരിക്കുന്ന എന്ന ആൾക്കാർ അങ്ങനെ കുറച്ചുകൂടെ അങ്ങനെ വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ പിന്തിരിപ്പൻ സ്വഭാവമൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു നമ്മുടെ തന്തവൈബ് എന്നൊക്കെ പറയുന്ന ആളുകളിലാണ് എനിക്ക് കുറച്ചുകൂടെ കണ്ടത്. റിജക്ഷൻ കിട്ടിയവരുടെ ഒരു പ്രശ്നമാണോ? റിജക്ഷൻ കിട്ടിയതിനെ മാത്രമല്ല, ഞാനത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 21st സെഞ്ച്വറിയിലെ ഫെമിനിസത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ വോക്ക് എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ അവകാശത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായ ഒരു സമയം, ബോധവതികളായ ഒരു സമയമാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രയോഗം ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കുകയാണെന്ന് വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് വിയേർഡായിട്ട് തോന്നും അതിലെ പ്രയോഗങ്ങൾ. അതും ഒരു തരത്തിൽ പുരുഷന്മാരെ ബ്ലാങ്കറ്റായിട്ട് അവർ ശത്രുപക്ഷത്ത് തീർന്ന ചില പ്രസ്താവനകൾ, നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്ന പുതിയ തലമുറയിലെ ഇപ്പോൾ അരീജ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ. അതായത് എല്ലാ ആണുങ്ങളും നമ്മുടെ എതിരെ വരുന്ന ആണും ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റാണ് എന്ന് പെൺകുട്ടികളെ തോന്നിപ്പിക്കാൻ ഈ പറയുന്ന വോക്ക് ഫെമിനിസത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എതിരെ നിൽക്കുന്ന ഏത് പുരുഷനും ഏത് സമയവും ഇപ്പം മാന്യമായിട്ട് നമ്മളോട് പെരുമാറുന്നുണ്ടാവും, പക്ഷേ ഏത് സമയവും അവൻ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആയിരിക്കും എന്നൊരു തോന്നൽ പെൺകുട്ടികളുണ്ടാവും. പക്ഷെ അതൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിലുണ്ടായ ഫിയറും ആവാലോ. ഈ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ചില കാര്യങ്ങളെ, ഞാനിത് സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ചില കാര്യങ്ങളെ പറയാം. ഇപ്പോൾ അരീജ പറഞ്ഞല്ലോ, ബസ്സിൽ ഒരു നോട്ടം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി. നോട്ടം തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ സ്റ്റെയറിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഡിഗ്രിയും ഒരു ഫിസിക്കൽ അട്രോസിറ്റിയുടെ ഡിഗ്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടിനും ഒരുപോലെ ആക്കരുത്. ഇപ്പോൾ ഒരാൾ ഒരു മോശമായിട്ട് നമ്മൾ നോക്കി, അയാൾ മോശമായിട്ട് നോക്കിയെന്നേ അർത്ഥമുള്ളൂ. അയാൾ റേപ്പ് ചെയ്തിട്ടില്ലല്ലോ, അയാൾ നമ്മളെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മോശമായിട്ട് നോക്കി അതിനോടുള്ള പ്രതികരണവും മറ്റൊരാളുള്ള പ്രതികരണവും ഒരുപോലെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഒരേ ഡിഗ്രി ആവുകയും എല്ലാറ്റിനോടും ഇങ്ങനെ വളരെ ഫ്യൂരിയസ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു വർഗമായി സ്ത്രീകൾ മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ എതിരെ വരുന്ന ഒരാണിനെ സംബന്ധിച്ച് ഇവൻ ഏത് സമയവും പ്രശ്നക്കാരനാവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന അതൊരു തരം ഒരുതരം
ഒരുതരം വിഭജനമായിരിക്കും സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഉണ്ടാകുക. പക്ഷെ അത് രണ്ട് ജെൻഡറിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മാത്രം പ്രശ്നമല്ലേ ഇത് രണ്ടും ചോദിക്കാം. അതെ, അത് എനിക്കൊന്ന് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു ചിന്താഗതിയാണ്. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനൊക്കെ നല്ല മാറ്റമുണ്ട്. ഒരുമിച്ചിരുന്ന് പഠിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് യാത്ര പോവുക ചെയ്യുന്ന കുറേ ആളുകൾ, നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ, ഇതൊക്കെ ഒരു മൈനോറിറ്റി. അത് പറഞ്ഞ പോലെ ഉണ്ടാകും, ഏതൊരു സംഭവത്തിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് അങ്ങനെ ഉണ്ടാകും. പക്ഷേ അത് വളരെ മൈനോറിറ്റിയാണ് സമൂഹത്തിൽ എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതാണ്, ചെറിയ പ്രശ്നങ്ങൾക്ക് കൂടെ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ, പക്ഷെ അത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ റിയാക്ട് ചെയ്യണ്ടേ? നമുക്ക് മോശമായി തോന്നിയാൽ നമ്മളത് റിയാക്ട് ചെയ്യാണ് വേണ്ടത്. ശരിക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ, ഈ ബസ്സിനുണ്ടുള്ള വിഷയത്തിൽ അവിടെ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നാണ് കണ്ടക്ടറോട് പരാതി പറയുക, വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് പറയുക. അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. അല്ല, എന്താണ് അതിന് റൂൾ വെക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ എങ്ങനെ പരാതിപ്പെടണമെന്നുള്ളതിന് റൂൾ ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അയാളുടെ തീരുമാനമാണ്, ആ ചെയ്യുന്ന ആളുടെ തീരുമാനമാണ്. പക്ഷെ അവിടെ ഏറ്റവും ഫലവത്തായ കാര്യം കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് വീഡിയോ എടുത്ത് ഇടാം, എന്തും ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറയുന്നത് അവിടെ ചെയ്യേണ്ടിയിരുന്നതാണെന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിലൊരു ക്ലാസ് കൂടി പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഞാൻ വർക്കിംഗ് ക്ലാസ് സ്ത്രീകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കായികാധ്വാനം ചെയ്യുന്ന സ്ത്രീകൾ. ഇവർക്കൊന്നും ഇതെങ്ങനെ നേരിടണം, ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്നു നന്നായി അവർക്കറിയാം. ഒരു പക്ഷേ ഈ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് സ്ത്രീകളെക്കാൾ വർക്കിംഗ് ക്ലാസ് സ്ത്രീകൾക്ക് ഇത്തരം ആളുകളെ എങ്ങനെ നേരിടണം എന്നറിയാം, ഇത്തരം സിറ്റുവേഷൻ എങ്ങനെ നേരിടുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് അവരത് ആർജിക്കുന്നത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവരുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, മേ ബി അവർ അങ്ങനത്തെ പ്രശ്നങ്ങളെ നിരന്തരം എൻകൗണ്ടർ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്നതായിരിക്കും അല്ലേ. പക്ഷെ അതിന് വേറൊരു മറുവശവും കൂടിയുണ്ട്. വർക്കിംഗ് ക്ലാസ് ആയ സ്ത്രീകൾ, പ്രിവിലേജ് ഇല്ലാത്ത സ്ത്രീകൾ ഇത്തരം ഏതെല്ലാം തരത്തിലുള്ള അതിക്രമങ്ങൾ വീട്ടിനകത്തും പുറത്തും പണിയിടങ്ങളിലും വർക്കിംഗ് ക്ലാസ് സ്ത്രീകൾക്ക് പ്രിവിലേജ് ഇല്ലെന്നും പറഞ്ഞു. ഞാൻ അങ്ങനല്ല, ഞാൻ കണ്ടിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കാൾ വർക്കിംഗ് ക്ലാസ്സിലാണ്. വീട്ടിൽ തീരുമാനമെടുക്കുന്ന, സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന, കുട്ടികളോ കുടുംബം പുലർത്തുന്ന, ചിലപ്പോൾ കെട്ടിയോന് കള്ളുടിക്കാൻ കാശ് കൊടുക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മറിച്ചുള്ളവരുണ്ട് വീട്ടിനകത്തെ അടുക്കളയിൽ ജീവിതം അവസാനിപ്പിച്ചു പോയ മനുഷ്യരല്ലേ. അനുഭവിച്ചതിന് പുറത്തിറങ്ങിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സദസ്സുകളിൽ അപമാനിക്കപ്പെട്ടതിന് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടതിന് അനുഭവമുള്ള എത്ര മനുഷ്യന്മാരുണ്ടാവും ഇങ്ങനെ മറികടക്കാൻ പറ്റാത്തവർ. അപ്പോൾ ഞാൻ പറഞ്ഞ താഴെ തട്ടിലെ മനുഷ്യർക്ക് ഇത് മറികടക്കാനുള്ള ഒരു ഇൻബിൽറ്റ് സംഗതിയുണ്ട്. അത് നിഷാദ് പറഞ്ഞതാണ് ശരി. എനിക്ക് തോന്നുന്നു വയറ്റിപ്പഴപ്പാണ് ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോമേൻ്റെ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തിന്നാനും കുടിക്കാനും കിട്ടത്തില്ല, അതുകൊണ്ട് അവർക്ക് പോയേ പറ്റൂ. മറ്റേ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ അത് ട്രോമേൻ്റെ പുറത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി തന്നെയാണ്, ഒരു തെറാപ്പി എടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും അഫോർഡബിൾ പോലുമല്ല തെറാപ്പി എന്ന് പറയുന്നത്. ലക്ഷറി ആയിട്ട് തന്നെയാണ്. ഈ പ്രശ്നമുണ്ട്, അതായത് കുടുംബത്തിനകത്തുള്ള വയലൻസ് സഹിച്ച് മാനസിക രോഗികളായി ആത്മഹത്യ എത്ര സ്ത്രീകളുണ്ട്. അവർക്ക് പോലും അറിയില്ല അവർ ഡിപ്രഷനിലാണോ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർ പോലും അറിയാതെ മരിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്ന ആ സിറ്റുവേഷനെ കുറിച്ചല്ല, ഇത്തരം വിഷയങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നത് ഈ വർക്കിംഗ് ക്ലാസ് സ്ത്രീകൾക്ക് കുറെ കൂടി നന്നായിട്ട് അറിയാം. അവരത് നല്ല രസമായിട്ട് ധീരതയോടെ നേരിടുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ഇന്ന രീതിയിൽ പ്രതികരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ജഡ്ജ്മെന്റിലാവല്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ ഇന്ന രീതിയിൽ പ്രതികരിക്കുന്നതാണ് ഏറ്റവും ധീരമായ തീരുമാനം. പ്രതികരിക്കുന്നതും പ്രതികരിക്കാതിരിക്കുന്നതും അതിന് സർവൈവ് ചെയ്യുന്നതും അതിന്റെ പുറത്ത് കിടന്നു പോകുന്നതും എല്ലാം ധീരമായ വനിതകൾ തന്നെയാണ്. അല്ലെങ്കിൽ വയലൻസ് നേരിട്ട, അബ്യൂസ് നേരിട്ട എല്ലാ ആളുകളുടെയും സർവൈവൽ അവരിങ്ങനെയാണോ അതെല്ലാം ധീരമായ നീക്കങ്ങൾ തന്നെയാണ്. അതിനെ നമുക്ക് ഇന്നതാണ് ശരിയായത്, ഇന്നതാണ് തെറ്റ്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം. ഇപ്പോൾ ഒരാളെന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ മുഖത്തടിക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറൊരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ചിലപ്പോൾ തിരിച്ച് തെറി പറഞ്ഞു വിടാൻ പറ്റുമായിരിക്കും. ചില സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയിരിക്കുമായിരിക്കും. എത്ര പ്രതികരിക്കുന്ന മനുഷ്യനാണെങ്കിലും എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും ചില സമയത്ത് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കും, കൈയും കാലും വിറച്ചിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കണം, കൈയും കാലും വിറച്ച് വായിൽ നാവുണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും സൊസൈറ്റി എൻ്റെ കൂടെ നിൽക്കുന്നതും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇരിക്കരുത്. ബസ്സിൽ ഒരു മനുഷ്യൻ എന്നെ കയറി പിടിച്ചാൽ അവിടെ നിന്ന് തല്ലിയിട്ട് ഞാൻ ഒരു തവണ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ആ ബസ്സിലിരുന്ന് ഒരു മനുഷ്യൻ പോലും എന്നോട് ചോദിച്ചില്ല എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഓക്കെ ആണോ എന്നൊരു മനുഷ്യൻ ചോദിച്ചില്ല. ഞാൻ 2 മണിക്കൂർ എടുത്തു ആ സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന രീതിയിൽ പ്രതികരിക്കേണ്ടത്, ഇന്ന രീതിയിൽ പ്രതികരിച്ചാലേ സംഭവമുള്ളൂ. അതെന്ന് പറയുന്നത് നമ്മളൊരു വാർപ്പ് മാതൃക ഉണ്ടാക്കിയിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനെയും ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് പോലെയായിരിക്കും. അല്ലെങ്കിൽ പ്രതികരിക്കാത്ത ആളുകളാരും ധൈര്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ സ്റ്റോറിയുടെ എൻഡിലേ ഇപ്പം നോക്കി, ഇപ്പം ഈ ദീപകിൻ്റെ ഇഷ്യൂ വന്നു. ദീപകിൻ്റെ ഇഷ്യൂവിൽ ദീപകിൻ്റെ ഭാഗത്താണ് സമ്പൂർണ്ണമായ ന്യായമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അല്ല ഇപ്പുറത്ത് ന്യായമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇതിനിടയിൽ കൺഫ്യൂസ്ഡ് ആയ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്ത് നെഗറ്റീവ് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു പക്ഷം മാത്രമായി വിജയിച്ചു. അതായത് മറിച്ച് അഭിപ്രായമുള്ള സ്ത്രീകൾക്ക് പോലും സംസാരിക്കാൻ ഭയമായി. അതിലാണ് ഞാൻ പറഞ്ഞ ഫൈനൽ വിക്ടറി എന്ന് പറഞ്ഞാൽ
അതാണ് അവരെടുത്തു. കാരണം അവരെ നിശബ്ദരാക്കാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഫാമിലിക്കകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർ പറയില്ല നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ ഈ കുറേ ആളുകളെ കൊണ്ട് പറ്റിയെന്നുള്ളത്. കാരണം ഭയങ്കരമായ നറേറ്റീവ് ആണല്ലോ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനകത്ത് എന്താണ് വസ്തുത എന്ന് സംശയത്തോടെ വീക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സംഗതി. ജേർണലിസ്റ്റിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തം അതാണ്. പക്ഷെ ഭയങ്കര ജഡ്ജ്മെന്റിലായി ഭയങ്കര കണിശമായ നിലപാടൊക്കെ പറഞ്ഞ് ജേർണലിസ്റ്റുകളെ പോലും നമ്മൾ കാണുന്നുണ്ട്. കാരണം അത് എന്താ ഒരു കയ്യടി പരിപാടിയാണ്. അതെ അതെ. അപ്പോൾ അത് വിമർശിക്കപ്പെടുന്ന പോലുമില്ല. അപ്പോൾ അതിന് മേലെ കൂടെ ഒരൊറ്റ പാളി അങ്ങ് വിരിച്ചു. ഇതുവരെ ഈ സമീപകാലത്ത് വനിതകൾ നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ, പോരാട്ടങ്ങൾ മൊത്തം അതിന് മുകളിൽ കൂടെ മൊത്തം കുഴപ്പമാണ്. ഇവരെ ബസ്സിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ള നെഗറ്റീവ് ഉണ്ടാക്കുന്നതിൽ ഫൈനലി അവർ വിജയിച്ചു. അപ്പോൾ ആരുടെ കയ്യിലാണ് ഈ സംഗതി ഇരിക്കുന്നത്? ഞാൻ പറയുന്നത് പവർ എന്ന് പറയുന്ന സംഗതി ആളുകൾ ഇരിക്കുന്നത്. ആ പവറുള്ള ആളുകളാണ് ഞങ്ങൾക്ക് കമ്പി വേണം, ഇരുമ്പ് വേലി വേണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ സകലമായ തീരുമാനങ്ങളും എടുത്ത് ഈ ലോകത്തെ സകല എന്താ പറയുക അധികാരവും ആസ്വദിക്കുന്ന ആളുകളാണ് ഈ പാവപ്പെട്ട ആളുകളുടെ മേലെ കുതിര കയറുന്നത് എന്നുള്ള. അജ്മിസിന് ഓർമ്മയുണ്ടോ പീയൂഷയുടെ സംഭവം? അവരിതുപോലെ ബസ്സിൽ ഒരു ലൈംഗിക അതിക്രമം നേരിട്ട ഒരു സ്ത്രീയായിരുന്നു. പിന്നീട് ആരോപണ വിധേയൻ ഒരു പ്രധാനപ്പെട്ട തൊഴിലാളി യൂണിയന്റെ ആളായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു, ദിവസങ്ങളോളം സമരം ചെയ്യേണ്ടി വന്നു. അക്കാലത്തൊന്നും ഉണ്ടാവാത്ത, പക്ഷെ അന്നത്തേക്കാൾ സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് കാൽ നൂറ്റാണ്ട് മുമ്പുണ്ടായ സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഇന്ന് സമൂഹം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതേ പ്രശ്നം ഈ പട്ടികജാതി പീഡന നിരോധന നിയമത്തിലുണ്ട്. പട്ടികജാതി പീഡന നിരോധന നിയമം, പോക്സോ ആക്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം തടയുന്ന നിയമങ്ങൾ, ഈ 3 നിയമങ്ങളുടെ ഡിസ്കഷനിലാണ് എന്ത് വരുന്നത്, ഇതിൽ കള്ളക്കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോക്സോയിലും കൺവിക്ഷൻ റേറ്റ് കുറവാണ്. പട്ടികജാതി പീഡന നിയമത്തിൽ എന്തെങ്കിലും വൈരാഗ്യം വന്നാൽ ഉടനെ നിയമപ്രകാരം കേസ് കൊടുക്കുന്നു, കടുത്ത ശിക്ഷ ലഭിക്കുന്നു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നത്തിലും സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ ഈ 3 നിയമങ്ങൾ യഥാർത്ഥത്തിൽ ദുർബലരായ മനുഷ്യരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമമാണ്. കുട്ടികൾ, സ്ത്രീകൾ, പട്ടികജാതി വിഭാഗങ്ങൾ. അപ്പോൾ അതിലിപ്പോൾ ഒരു പാളിച്ച വന്നു, അല്ലെങ്കിൽ ഒരു കള്ളക്കേസ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാ കേസും മോശമാണെന്നല്ല. പക്ഷേ ഇതിലൊരു കുഴപ്പം, ഈ സ്ത്രീകളെ ഇതിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു പുതിയ കാലത്തൊരു പ്രശ്നമാണ്. പുതിയ കാലത്തെ പ്രശ്നം എന്ന് പറയാൻ കാരണം തന്നെ ഫെമിനിസം എന്നാണ് ഐഡിയോളജി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സിദ്ധാന്തമാണല്ലോ. ആ ഐഡിയോളജി ഈ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഇൻ്റർസെക്ഷനാലിറ്റിയിലെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളല്ല ഒരു വർക്കിംഗ് ക്ലാസ് സ്ത്രീ നേരിടുന്ന പ്രശ്നം, ഒരു പട്ടികജാതി സ്ത്രീ നേരിടുന്ന പ്രശ്നമല്ല ഒരു മുസ്ലിം സ്ത്രീ നേരിടുന്ന പ്രശ്നം. അപ്പോൾ ഈ ഇൻ്റർസെക്ഷനാലിറ്റി ഒരുപാട് കാര്യങ്ങൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇതിനെ ഒരു ബ്ലാങ്കറ്റ് സ്ത്രീവാദമാക്കി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ അധികം പ്രശ്നങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്. മറ്റൊന്ന്, ഞാനീ പറഞ്ഞതുപോലെ മുന്നിൽ നിൽക്കുന്ന എല്ലാ പുരുഷനും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റാണെന്ന് തോന്നൽ സ്ത്രീകൾക്കുണ്ടാകുന്നതും പ്രശ്നമാണ്. കാരണം ഈ സ്ത്രീയും പുരുഷനും സൗഹാർദ്ദപരമായി മുന്നോട്ട് പോയാൽ, സഹകരണത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് സമൂഹം പുരോഗമിക്കുക. അതല്ലാതെ ഓരോ സ്ത്രീയും എതിരെ വരുന്ന പുരുഷനെ സംശയത്തോടെ നോക്കേണ്ടി വരുന്നൊരു മാനസികാവസ്ഥ. മറ്റൊന്ന്, എല്ലാ പുരുഷനും സ്ത്രീകളെ ഭയക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അങ്ങനെ ആയിരിക്കും. ഈ പറയുന്ന ഈ ആൺകൂട്ടം സ്ത്രീകളെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുന്ന പോസ്റ്റുകൾ, കണ്ടന്റുകൾ നിരന്തരം ഇടും. അത് പുതിയ തലമുറ എന്ത് ചെയ്യും, സ്ത്രീ വിരുദ്ധരാക്കി മാറ്റും. നമ്മൾ ആ അഡോളസൻ സീരീസ് കണ്ടായിരുന്നല്ലോ. അഡോളസൻ സീരീസ് അതിൻ്റെ ഒരു രോഗലക്ഷണമാണത്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ പടരുന്നൊരു പ്രശ്നമാണ് പുതിയ തലമുറയിലെ സ്ത്രീ വിരോധം എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ എടുത്തോന്നുള്ളൂ ജിൽസി. ഇപ്പം ആ നിലയ്ക്ക് ക്വാളിഫൈഡ് അല്ലാത്ത ഫെമിനിസ്റ്റ് ലീഡേഴ്സ് നമ്മളെ വഴിതെറ്റിക്കുന്നു എന്ന പ്രശ്നം തോന്നുന്നുണ്ട്. ഒന്ന്. രണ്ട്, വ്യക്തിപരമായ അവരുടെ താല്പര്യങ്ങൾ, വ്യക്തിപരമായ അവരുടെ അനുഭവങ്ങൾ, ഇവയെ മുൻനിർത്തിക്കൊണ്ട് അവരൊരു ഐഡിയ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരൊരു വീക്ഷണകോൺ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അത് പരമാവധി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന പ്രശ്നത്തിൻ്റെ ഒരു അനാരോഗ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ പോലെ, അതായത് അവരുടെ ഒരു ചിലപ്പോൾ അനുഭവത്തിൽ നിന്നായിരിക്കും അവരിങ്ങനത്തെ തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഏറ്റുപിടിക്കാൻ ഒരു വലിയ മെജോറിറ്റി ഒന്നും ഇല്ല. ഒരു പക്ഷേ സമാനമായ അനുഭവം ഉള്ളത് അവർ പറയുമ്പോൾ അത് ശരിയെന്ന് തോന്നിക്കുന്ന ആ രീതിയിൽ എന്തെങ്കിലും അനുഭവമുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അജിംസ് പറഞ്ഞാൽ എനിക്ക് മുമ്പിൽ വരുന്ന ആളുകളൊക്കെ, ആണുങ്ങളൊക്കെ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ അവർക്ക് അത്ര മോശമായ ഒരു അനുഭവം, അതിനോട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വേണം. ഇപ്പോൾ മറ്റൊരു സാധാരണ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ഫാമിലി അവർ അച്ഛൻ്റെ സംരക്ഷണയിൽ, അവരുടെ സഹോദരൻ്റെ കരുതലിലൊക്കെ വളരുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഒരിക്കലും വിചാരിക്കില്ല, എനിക്ക് തോന്നുന്നില്ല മുമ്പിൽ വരുന്ന ഒരാൾ ഈ രീതിയിൽ ആണ് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണെന്ന് വിചാരിക്കില്ല. പിന്നെ അങ്ങനെ വിചാരിക്കത്തക്ക അനുഭവമൊക്കെ ഉള്ള, അല്ലെങ്കിൽ എല്ലായിടത്തുനിന്നും ഈ ആണുങ്ങളിൽ നിന്ന് മോശം അനുഭവമൊക്കെ ഉള്ള ആളുകൾ മാത്രം ഇതിലേക്കൊക്കെ അട്രാക്ട് ചെയ്യും. കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പീഡനം നേരിടുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് ആ വളർന്നു വരുന്ന അങ്ങനത്തെ കുട്ടികൾ ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. അല്ലാതെ ഞാൻ പറയുന്നത് ഒരു സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു അച്ഛനും സഹോദരനും ഒക്കെ വളർന്നു വരുന്ന ഒരു ഫാമിലിയിൽ വരുന്ന ഒരാൾ പെട്ടെന്ന് ഈ ഒരു അജണ്ട പ്രൊപ്പഗേറ്റ് ചെയ്ത് അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി.
പുരുഷന്മാർ സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകുന്ന സ്ഥലങ്ങളാണല്ലോ വർക്ക് സ്പേസുകൾ, കോളേജുകൾ, വിദ്യാലയങ്ങൾ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സൗഹാർദ്ദപരമായ സംസാരങ്ങളെ പോലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക, അതെല്ലാം പ്രശ്നമാണ്, ഇതെല്ലാം കുഴപ്പമാണ്, അങ്ങനെ ഒരു വ്യാഖ്യാന രീതി ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പരമ്പരാഗതമായി മലയാളികൾ കൊണ്ടു നടക്കുന്ന കുശുമ്പ്, കുന്നായ്മ, ഗോസിപ്പ് പരദൂഷണം പറഞ്ഞത് അത് വേറെ തന്നെ ഒരു അത് വേറൊരു കാറ്റഗറി. അതെ, അത് നമ്മൾ എത്ര പുരോഗമിച്ച സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന് പോയി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ പോയൊരു സ്ഥലത്ത് ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, കണ്ടില്ലേ എല്ലാവരെയും കയറൂരി വിട്ടേക്കുവാ, ഈ രാത്രി ഇത്ര സമയമില്ല, അകത്ത് കയറി. പണ്ടൊക്കെ ഞങ്ങളെ കാലത്തൊക്കെ എന്തായിരുന്നു ഒന്ന് നോക്കിയാ പ്രശ്നം, ഇത് കണ്ടില്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ കുടുംബത്തിനോ ഇല്ലാത്ത പ്രശ്നമാണ് ഈ കണ്ടു നിൽക്കുന്ന ആരാണെന്ന് പോലും അറിയാത്ത നമുക്കുണ്ടായിരുന്നത്. അതെല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കണം. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടി തോന്നുന്നു. അത് ഞാൻ പിന്നെ പറയാം. അതിനെ കുറിച്ച് അരീജ 2 കവള് സംസാരിക്കും, ഓഫീസിനെ കുറിച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഇത്രയും നമ്മളിങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾ 2 പുരുഷന്മാരെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നാളെ സ്ത്രീകളുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ തിരക്കുള്ളൊരു ബസ്സിൽ കയറാനോ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞാൻ ബസ്സിലും ട്രെയിനിൽ യാത്ര ആളല്ല. പക്ഷെ ഞാൻ പരമാവധി കരുതലോടെ നിൽക്കും. കാരണം നമ്മൾ അബോധപൂർവ്വം ഒരാളെ തൊട്ടാൽ പോലും മറ്റേ ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. ബസ്സിൽ പിന്നെ ഞാൻ കയറാറില്ല. അത് കാരണം വേറെ കാരണങ്ങളുണ്ട്. ബസ്സിൽ കയറിയാൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് 6 അടി 3 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. എനിക്ക് തല മുകളിലിരിക്കും. രണ്ടാമത് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. സീറ്റിന്റെ മുട്ടുപോയാൽ ഇടിക്കും. ഈ പുരുഷന്മാരൊക്കെ ഭയപ്പെട്ടിരിക്കുക എന്നുള്ളത് ഒരു എക്സാജറേറ്റഡ് കമന്റ് മാത്രമാണ്. ഈ കാലിൻ്റെ അടിയിലുള്ള മണ്ണൊലിച്ചു പോകുമ്പോൾ പുരുഷന്മാരുടെ കരച്ചിലായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ അതിനെ കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ പാട്രിയാർക്കിയുടെ ആ അതോറിറ്റി ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ സ്ത്രീകളെ ഒന്നും കൂടെ അങ്ങ് അടിച്ചമർത്താം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഷെയിം ചെയ്യാന്ന് തോന്നിയിട്ട് ഞങ്ങൾ പുരുഷന്മാരാകെ പേടിയിലാണേ, കാർഡ്ബോർഡ് ബോക്സ് വേണേ, മറ്റത് വേണേ എന്ന് പറയുന്നത് അതൊരു പറയുന്ന പോലെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോകുമ്പോൾ ഒരു കരച്ചിൽ മാത്രം കേൾക്കാൻ ഭയങ്കര സുഖം എന്ന് പറയേണ്ടി വരും. ഇതിപ്പോൾ നിഷാദ് പറഞ്ഞില്ലേ, അതായത് നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കാനോ അത് മനസ്സിലാക്കാനോ പറ്റാത്തൊരു സൊസൈറ്റി പുറത്തുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഒരു സംഭവം പറയുന്നത് ഷിത ജഗത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ എൻ്റെ ഫാമിലിയിലടക്കം ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുകയും എൻ്റെ ഫാമിലിയിലെ മെജോറിറ്റി ആളുകൾക്കും അവർക്കങ്ങനെ തെറ്റായി അവർക്കതൊരു ബാഡ് ടച്ച് ആണെന്ന് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെ ഒരു ബാഡ് ടച്ച് ആവുന്നത്? അതൊന്നും ഇങ്ങനെ കൈവച്ചതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർക്കത് അങ്ങനെയല്ല തോന്നുന്നെങ്കിലോ. അതെങ്ങനെ അവർക്ക് അങ്ങനെ തോന്നാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അതായത് ഇവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു സംഗതി നടക്കില്ല. കാര്യം ഇങ്ങനെ ഒരു ഫീൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകും എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളോട് നമ്മൾ എന്ത് പറയാനാണ്? അത് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനസ്സിലായിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞെന്താണ്, ഞാൻ പിതൃവാത്സല്യത്തോടെയാണെന്ന്. അദ്ദേഹത്തിന്റെ പിതൃവാത്സല്യം അദ്ദേഹത്തിന് മാത്രം തോന്നിയാൽ പോരല്ലോ, അദ്ദേഹത്തെ കൈവെക്കുന്ന ആൾക്ക് തോന്നണം. അത് അന്നും മനസ്സിലായിട്ടുള്ള ആൾക്കൂട്ടത്തിന് നമ്മൾ ഈ ഷോ അപ്ലോഡ് ചെയ്യുമല്ലോ. താഴെ നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ ഒരു കാര്യവും ബോധ്യപ്പെടാത്ത വളരെ നിഷ്കളങ്കരായ മനുഷ്യ, അവർ സ്ത്രീ വിരുദ്ധരൊന്നും അല്ല കേട്ടോ. ഇന്ന് രാവിലെ കൂടെ കമന്റ് ബോക്സിൽ ഞാനും ആക്രമണം, ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറയുന്ന അല്ല ശരി എന്ന് പറയുന്ന വലിയ കൂട്ടത്തെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് അവർ സ്ത്രീ വിരുദ്ധരോ അല്ലെങ്കിൽ സ്ത്രീകൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരോ അവർ മക്കളെ വളർത്തുന്നവരും പെൺകുട്ടികളെ പരിപാലിക്കുന്നവരും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നവരോ പെൺകുട്ടികളെ സ്നേഹിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ പോയിന്റിൽ പൂർണ്ണമായി മനസ്സിലാവില്ല. അതിനൊരു കുഴപ്പമുണ്ട്. ഈ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കുഴപ്പമാണ്. മലയാളികളുടെ മാത്രം പ്രശ്നമല്ല. പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ എവിടം വരെയാണ്, അതിൻ്റെ ഒരു അളവ് എവിടം വരെയാണെന്നുള്ളതിനെ കുറിച്ച് അങ്ങനെയൊന്നും നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ കൾച്ചറിലെ ആ സാധനം ഇല്ലല്ലോ. പിന്നെയുള്ള പ്രൈവറ്റ് സ്പേസ് പണ്ട് അയിത്തുണ്ടായിരുന്ന കാലത്താണ് ഇത്ര ദൂരം മാറി നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രൈവറ്റ് സ്പേസിനെ കുറിച്ച് നമുക്ക് ഒരു തരം ധാരണയില്ല. വീട്ടിൽ പോലും മക്കൾ പ്രായമായാലും അവർക്ക് പ്രൈവറ്റ് സ്പേസ് കൊടുക്കണം എന്നുള്ളതിലേക്ക് നമ്മൾ പൂർണ്ണമായി എത്തിയിട്ടില്ലല്ലോ. അവർക്ക് അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇപ്പോഴും അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാൻ, അല്ലെങ്കിൽ അത് ഇങ്ങനൊരു സംഭവം നിങ്ങൾ എല്ലാവരും കാണേ എല്ലാ കാര്യങ്ങളും ചെയ്യണം. മോന് പ്രൈവറ്റ് സ്പേസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ പ്രൈവറ്റ് സ്പേസ് കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ അവരെ നിരാകരിക്കാനുണ്ടായത്. അവരെ കുറച്ചും കൂടെ പ്രായത്തും എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു, പക്ഷേ ഇപ്പോഴാൾക്കാരൊരു വന്നിട്ടില്ല. പക്ഷേ ആവശ്യമാണ് അത്. അവന് മാത്രമല്ല എനിക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ആവശ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ചെറുപ്പക്കാർക്കിടയിലാണ് ഈ ഞരമ്പുമാർ എന്ന് വിളിക്കുന്ന ആൾക്കാർ കൂടുതലുള്ളത്. പ്രായമുള്ള ആൾക്കാരിലാണ്. എനിക്ക് തോന്നുന്നു പ്രായമുള്ള ആൾക്കാരിലാണ്. ചെറുപ്പക്കാരിൽ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷവും കുറച്ചുകൂടെ ഒരു എമ്പതിയൊക്കെ ഉള്ള ആളുകളാണെന്ന് തോന്നുന്നു. പക്ഷേ മുഴുവനായിട്ടല്ല കാണും. എല്ലാവരിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു, അതങ്ങനെ പ്രായഭേദമൊന്നുമില്ല, എല്ലാവരും ഉണ്ടെന്നാണ്. അത് അന്യം നിന്ന് പോവാതിരിക്കാനുള്ള, അത് ഒരു അന്യം നിൽക്കാത്ത കല എന്നൊക്കെ പറയുന്ന പോലെ. അത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും അത് പോകുന്നു തോന്നുന്നില്ല.
അതിനങ്ങനെ പ്രായഭേദമൊന്നുമില്ല. ചെറിയ പിള്ളേരിലാണെങ്കിൽ പോലെ ഈ ചില ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കിനും ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ചെറിയ പിള്ളേർ പോലും ഇമാതിരി കമൻസ് പറയുന്നേക്കാം. എന്ന് വെച്ചാൽ ചെറിയ പിള്ളേരായിരിക്കും, പക്ഷെ അതൊന്നും ചിന്തിക്കാൻ പോലും ആയിട്ടില്ലാത്ത പിള്ളേരിൽ പോലും ആ സാധനം നമ്മളിങ്ങനെ വളർത്തുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, അതങ്ങനെ കൈമാറി പോകുന്നുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്. അതിനങ്ങനെ ഞരമ്പ് രോഗത്തിന് പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം അജിംസിൻ്റെ മോനൊക്കെ ഇപ്പോൾ ടീനേജൊക്കെ കഴിഞ്ഞൊരു ടീനേജിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അവർ പെൺകുട്ടികളോടുള്ള സൗഹൃദം അല്ലെങ്കിൽ പെൺകുട്ടികളോടുള്ള പെരുമാറ്റം അതൊക്കെ ഒരു മെച്യൂർഡ് ആണ്, അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷനിലെ കുട്ടികൾ അങ്ങനെ മാറി വരുന്നുണ്ട്, അങ്ങനെ കുട്ടികളിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അവന് എൻ്റെ മോനെ സംബന്ധിച്ച് അവൻ 2 പെങ്ങന്മാരാണ്. അപ്പോൾ വീട്ടിൽ അവൻ സ്ത്രീകളെ കണ്ടാണ് വളരുന്നത്. പക്ഷേ അപ്പോഴും ഈ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമുള്ള സിസ്റ്റമാണ്. നമ്മുടെ സിസ്റ്റം എപ്പോഴും പുരുഷൻ്റെ ഒപ്പമാണ്. എപ്പോഴും ആൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ആൺകുട്ടികൾക്ക് എന്തോ വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുണ്ട്, അവർ വലുതായിട്ട് അവരെന്തോ ചെയ്യാനുണ്ട്, മലമറിക്കാനുണ്ട്, ഒന്നുമില്ല, വെറുതെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം അവനുണ്ടായിരുന്നു വളർന്നു വരുമ്പോൾ. അപ്പോൾ പക്ഷെ അവൻ കോളേജിലൊക്കെ എത്തുമ്പോഴത്തേക്കൊക്കെ മാറി, അവൻ്റെ സുഹൃത്തുക്കൾ മൊത്തം സ്ത്രീകളായി മാറി, പെൺകുട്ടികളാണ് അവൻ്റെ സുഹൃത്തുക്കളെല്ലാം. അങ്ങനെ അവൻ്റെ ചിന്ത ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് ഒരാൾ മാറി 2 ആൾ നേരെ ചിന്തിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിസ്റ്റം എപ്പോഴും പാട്രിയാർക്കിയാണ്. അതെപ്പോഴും എന്താണ് പുരുഷൻ്റെ മേൽ. അപ്പോൾ ഈ തിരിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ടോ, പുരുഷന്മാരുടെ പീഡനങ്ങൾ, സഹനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ആത്മഹത്യ ചെയ്യുന്നവരിൽ 80% പുരുഷന്മാർ, എത്ര കണക്ക് പറയും, ഭൂരിഭാഗവും പുരുഷന്മാരാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുരുഷന്മാരും ഈ പാട്രിയാർക്കിയുടെ ഇരകളാണ്. എന്തുകൊണ്ടാണ് ഒരു പുരുഷന് കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നത്? അവൻ ചിന്തിച്ചു വെച്ച കുറേ അതല്ല സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു പുരുഷൻ അതായത് ഇങ്ങനെയാണെന്ന്. ഈ പുരുഷൻ തന്നെ എൻ്റെ വീട്ടിലെ ഉണ്ടാക്കി പെണ്ണുങ്ങളെ വെച്ചിട്ടുണ്ടല്ലോ. മുഴുവൻ ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അവരുടെ കല്യാണം നടത്തുന്നത് എൻ്റെ ജോലിയാണ്. അവർക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കേണ്ടത് എൻ്റെ പണിയാണെന്ന് അപ്പൻ, അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ ജോലിയാണെന്ന് ആങ്ങള. ഇത് ഇങ്ങനെയൊക്കെ ഈ മുഴുവൻ ഭാരവും തലയിലേന്തി അവസാനം ഒരു 45-50 സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കുറേ കൂടി ഡെമോക്രാറ്റിക്കായിട്ട് കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു പെൺകുട്ടി ആൺകുട്ടി ഒരേ പ്രായത്തിലുണ്ടെങ്കിൽ 2 പേർക്കും സമാനമായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുമാണെന്ന് പേരൻസിന് തോന്നണം. 2 പേരും അതിനെ എംപവർ ആക്കണം. ഇത് പേരൻസിൻ്റെ പണിയാണ്. അതിന് പകരം ചെക്കൻ ഉണ്ടല്ലോ, അവൻ പണിയെടുത്ത് കുടുംബം നോക്കി, ശരിയാണ്. അവൻ ജോലി എടുത്ത് പക്ഷേ കുടുംബം നോക്കി. പാരന്റിങ്ങിൽ ഉണ്ടാവുന്ന ആ സംഭവം ഉണ്ടല്ലോ, പണ്ട് റീമാ കല്ലിങ്ങിൻ്റെ ഒരു മീൻ പൊരിച്ച കഥയുണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പകുതി മുക്കാൽ പുരുഷന്മാർക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ ആ കോർ ഇഷ്യൂ എന്താണെന്ന്. അവർ പറയുന്നത് ഒരു മീൻ പൊരിച്ചത് അധികം കൊടുത്തതിനായിരുന്നു റിമക്ക് പ്രശ്നം എന്നാണ്, അല്ലെങ്കിൽ മീൻ പൊരിച്ചത് കിട്ടാത്തതിൻ്റെ സങ്കടം എന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കോർ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഈ പാട്രിയാർക്കൽ സൊസൈറ്റി പുരുഷൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, സ്ത്രീ ഇങ്ങനെ ബിഹേവ് ചെയ്യണം പറഞ്ഞ് എഴുതി വെച്ച റൂൾസ് തന്നെയാണ് പുരുഷന്മാരുടെ ലൈഫും അൺഈസി ആക്കുന്നത് എന്നുള്ള സാധനം മനസ്സിലാവാത്ത പുരുഷന്മാരാണ് ഇതിൻ്റെ പുറകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറേ കൂടി എന്താണ് ഈ കാര്യത്തിൽ അസർട്ടീവാണ്. അവരുടെ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ അസർട്ടീവ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോനും മോൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ വീട് വയ്ക്കുന്നതിന് വാടക വീടായിരുന്നു, എന്തോ ഒരു കാര്യത്തിന് ഈ മൂത്ത മോൻ എന്ത് ചെയ്തു, മോള് കുളിക്കാൻ പോകുന്ന സമയത്ത്, ഞങ്ങൾക്ക് അന്ന് കോമൺ ബാത്റൂം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇവൻ കുളിക്കാൻ പോകുന്നതുകൊണ്ട് അവൻ ഓടി അവളെ ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്, ഓടി കുത്തിയിട്ടു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ പൊളിഞ്ഞു വീഴുന്നു. കാരണം ഇവള് കരാട്ടയാണ്, ആ വാതിലങ്ങ് പൊളിച്ചു കളഞ്ഞു, നീ കുളിക്കേണ്ടത് ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൊളിക്കുകയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് വല്ലാത്തൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ. പെൺകുട്ടികളെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ്. നീ എന്നേക്കാളും മുകളിലല്ല, നമ്മളൊക്കെ തുല്യമാണെന്ന് അവരെ പഠിപ്പിക്കാം.